കൊച്ചിയിൽ റേഞ്ച് റോവർ ഇടിച്ചു മരിച്ച അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. നിയന്ത്രണം വിട്ട കാർ ഷോറൂം ജീവനക്കാരനായ റോഷനെ ഇടിച്ചു തെറിപ്പിച്ചു. തുടർന്ന് പോസ്റ്റിലിടിക്കുകയായിരുന്നു. ഒപ്പം പരിക്കേറ്റ ആൾ റോഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ട്രക്കിൽ നിന്ന് ഇറക്കുന്നതിനിടെയായിരുന്നു അപകടം. നവമി ദിനേശ് ചേരുന്നു. നവമി, എന്താണ് സംഭവം? കഴിഞ്ഞ ദിവസമായിരുന്നു വൈറ്റില ചളിക്കവട്ടത്ത് കാരിയർ വാഹനത്തിൽ നിന്നും ആഡംബര കാറ് ഇറക്കുന്നതിനിടയിൽ ഈ ജീവനക്കാരൻ അപകടത്തിൽ മരിച്ചത്. റോഷൻ എന്നായിരുന്നു ജീവനക്കാരന്റെ പേര്. അവരുടെ സ്ഥാപനത്തിലേക്ക് വന്ന കാർ ഷോറൂമിലേക്ക് വന്ന കാറായിരുന്നു ഈ കാരിയറിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയിരുന്നത്. ഈ കാർ ഓടിച്ച് CATU പ്രവർത്തകനായിട്ടുള്ള അൻഷാദിന്റെ നിയന്ത്രണം വിട്ടതാണ് കാറ് പിറകിലേക്ക് വന്ന് റോഷനെ ഇടിച്ച് റോഷൻ പിന്നീട് മരിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. ഇതിന് വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. കാരണം ഈ CATU പ്രവർത്തകർക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ആഡംബര വാഹനങ്ങൾ അല്ലെങ്കിൽ ഒരു ഈ കാരിയറിൽ നിന്നുമൊക്കെ വാഹനങ്ങൾ ഇറക്കുന്നതിനുള്ള അതാരാണ് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയെന്ന തരത്തിൽ വലിയൊരു വിവാദങ്ങളൊക്കെ നിലനിന്നിരുന്നു. ഈ CATU അടക്കം ഈ CATU പ്രവർത്തകർക്ക് ഇത്തരത്തിലൊരു അനുമതി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇറക്കാനുള്ളൊരു അനുമതി അവർക്കില്ല എന്ന തരത്തിലുള്ള വിശദീകരണം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു CCTV ദൃശ്യങ്ങളും പുറത്തു വരുന്നത്. അതിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും CATU പ്രവർത്തകനായിട്ടുള്ള അൻഷാദ് വാഹനം ഓടിച്ച് ഈ കാരിയറിൽ നിന്നും വാഹനം പുറകോട്ട് ഇറക്കുന്നുണ്ട്. ആ സമയത്ത് നിയന്ത്രണം വിട്ട വാഹനം പുറകിലുണ്ടായിരുന്ന റോഷനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്ന കാര്യം മനസ്സിലാകുന്നുണ്ട്. എന്തായാലും റോഷന്റെ കുടുംബം അടക്കം വലിയ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട് എന്ന ആരോപണം ഉയരുന്നുണ്ട്. ഈ വാഹനത്തിന് ലൈസൻസോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ ഒന്നും തന്നെ ഇല്ലാത്ത സാഹചര്യത്തിൽ റോഷന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം അടക്കം നൽകുന്നതിലൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ്. ഇപ്പോൾ അൻഷാദിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ മാത്രമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. കൊച്ചിയിലാണ് ഈ സംഭവം നടന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട പരാതികളും ഉയർന്നു.